നമസ്കാരം. ഈ ആഴ്ചയിലെ വാർത്താവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത തന്നെ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. ഒരൊറ്റ യാത്രക്കാരനെ മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഒരു വലിയ വിമാന ദുരന്തത്തിൽ നെഞ്ചു തകർന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യം. എയർ ഇന്ത്യയുടെ ബോയിങ് 7878 ഡ്രീം ലൈനർ എന്ന വിമാനം അഹമ്മദാബാദിൽ നിന്നും ഉച്ചയ്ക്ക് 1:39 UK തിരിച്ചത്. 39 സെക്കൻഡുകൾക്കകം തന്നെ തൊട്ടടുത്തുള്ള BJ മെഡിക്കൽ കോളേജിൽ വളപ്പിലേക്ക് അത് തകർന്നു വീഴുകയായിരുന്നു. ഈ ദുരന്തത്തിൽ 265ഓളം പേർ മരിച്ചെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. DNA ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷമാണ് പൂർണ്ണ വിവരം പുറത്തുവരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിനാൽ അപകട കാരണത്തിന്റെ പറ്റിയുള്ള വിശദവിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയും സ്ഥലത്തെത്തി പരിശോധന നടത്തിവരുന്നു. അശാന്തിയുടെ തീ പടർത്തിക്കൊണ്ടുള്ള മറ്റൊരു വാർത്ത ഇറാന്റെ മേൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണമാണ്. ഇന്നലെ ഏകദേശം പുലർച്ചെ 3 മണിക്ക് ശേഷം ഇറാന്റെ തലസ്ഥാന കേന്ദ്രമായ ടെഹ്റാനിലും ആണവ കേന്ദ്രമായ നദാൻസിലുമടക്കം 100ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ബോംബ് വർഷിച്ചത്. ഇറാൻ സേനാ മേധാവിയും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനിയുടെ പ്രധാന ഉപദേഷ്ടാവുമടക്കം നിരവധി പ്രമുഖ നേതാക്കളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കുറച്ച് നാളുകളായി തന്നെ ഈ ആക്രമണത്തിന് വെമ്പി നിൽക്കുകയായിരുന്നു. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒമാന്റെ ആതിഥേയത്വത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ആണവ വിഷയങ്ങളിലൂടെ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തതാണ്. ഇറാൻ ആണവ പരിപാടികൾ കുറയ്ക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യണമെന്ന വ്യവസ്ഥയോടെ May 16 US ഒരു സമാധാന ഉടമ്പടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ആണവ പദ്ധതികൾ തുടരാനുള്ള തങ്ങളുടെ താൽപര്യത്തിന് 100% വിരുദ്ധമാണ് ഈ നിർദ്ദേശമെന്ന് ജൂൺ 4 ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എക്സിൽ കുറിച്ചതോടെയാണ് അനുരഞ്ജന നീക്കം സ്തംഭിച്ചത്. മറ്റൊരു ആശങ്കയുയർത്തുന്ന വാർത്തയാണ് കൊച്ചിയുടെ തീരത്തേക്ക് ഒഴുകി വരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായ് 503. ഈ കപ്പലിനെ ആഴക്കടലിലേക്ക് വലിച്ചകറ്റാൻ നാവികസേന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 4 ഹെലികോപ്റ്ററിൽ കപ്പലിൽ ഇറങ്ങിയ 4 നാവികസേന സംഘം കപ്പലിനെ ഓഫ് ഷോർ വേറിയർ ടഗുമായി ബന്ധിപ്പിക്കുന്നതിൽ വിജയിച്ചു. ടഗ് ഉപയോഗിച്ച് കപ്പലിനെ ആഴക്കടലിലേക്ക് വലിച്ചു നീക്കാനാണ് ശ്രമിക്കുന്നത്. വ്യാഴാഴ്ച കൊടുങ്ങല്ലൂരിന് പടിഞ്ഞാറ് 40 നോട്ടിക്കൽ മൈൽ അഥവാ 74 കിലോമീറ്ററോളം അകലെയായിരുന്നു കപ്പൽ ഒഴുകി വന്നത്. ഇന്നലെ കൊച്ചി തീരത്ത് നിന്ന് 40 കിലോമീറ്റർ അടുത്തെത്തി. തീരത്തേക്ക് കൂടുതൽ എടുക്കുകയെന്ന ആശങ്കാജനകമായ സ്ഥിതിയെ തുടർന്നാണ് നാവികസേന നേരിട്ട് ഇടപെട്ടത്. കോസ്റ്റ് ഗാർഡും കപ്പൽ കമ്പനി നിയോഗിച്ച രക്ഷാപ്രവർത്തകരും കഴിഞ്ഞ ദിവസം കപ്പലിനെ ടഗുമായി ബന്ധിപ്പിച്ചെങ്കിലും കടൽ പ്രക്ഷുബ്ധമായതോടെ വലിച്ചു നീക്കൽ ദൗത്യം പരാജയപ്പെടുകയായിരുന്നു. വ്യാഴം രാത്രിയും രക്ഷാദൗത്യം തുടർന്നെങ്കിലും ശക്തമായ ഒഴുക്കിൽ കപ്പൽ 2.78 3.7 കിലോമീറ്റർ വേഗത്തിലാണ് തീരത്തേക്ക് ഒഴുകിയത്. പടിഞ്ഞാറ് നിന്ന് മണിക്കൂറിൽ 22 കിലോമീറ്റർ വേഗത്തിൽ വീശിയ കാറ്റ് ഇടയ്ക്ക് 37 കിലോമീറ്റർ വരെ വേഗം ആർജിച്ചിരുന്നു. ഇതോടെയാണ് കപ്പൽ തീരത്തേക്ക് കൂടുതൽ അടുത്തത്. വരും ദിവസങ്ങളിൽ കേരള, മാഹി, ലക്ഷദ്വീപ് മേഖലയിൽ മണിക്കൂറിൽ 50-60 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ സമിതി റിപ്പോർട്ട്. കപ്പലിൽ തീയണയ്ക്കാനുള്ള ഡ്രൈ കെമിക്കൽ പൗഡർ ഹെലികോപ്റ്ററിൽ നിന്ന് വിതറിയതോടെയാണ് വ്യാഴാഴ്ച ഡെക്കിലെത്തി ഏറെക്കുറെ അണയ്ക്കാൻ സാധിച്ചിരുന്നത്. വൈകിട്ടോടെ വീണ്ടും തീപിടിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് സൂചന. ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ജൂൺ 15 പുലർച്ചെ 5:30 തുടക്കമാകും. മെസ്സി നയിക്കുന്ന ഇന്റർ മിയാമിയും അൽ അഹ്ലിയും തമ്മിലാണ് ആദ്യ മത്സരം. ദേശീയ ടീമുകളുടെ ലോകകപ്പ് 4 വർഷത്തിലൊരിക്കൽ 32 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്താറുള്ളത്. എന്നാൽ ആ പ്രചാരമൊന്നും ക്ലബ്ബ് ഫുട്ബോളുകൾക്ക് സാധാരണക്കാരിലെത്തിക്കാൻ സാധിക്കാറില്ല. ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നത് എപ്പോഴും ഫുട്ബോളിനെ സ്നേഹിക്കുന്നതോ ഫോളോ ചെയ്യുന്നവരോ മാത്രമായി ചുരുങ്ങുകയാണ് ഉണ്ടാകുന്നത്. അത് മാറ്റിയെടുക്കാനാണ് ഫിഫ ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കാറുണ്ടെങ്കിലും ഓരോ ഭൂഖണ്ഡങ്ങളിലെയും ചാമ്പ്യന്മാരെ മാത്രം വെച്ച് 5, 6, 7 ടീമുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ടൂർണമെന്റ് ആയതിനാൽ അതിന് വലിയ പ്രസക്തിയും പ്രചാരവും നൽകാറില്ല. എന്നാൽ ഇത്തവണ 32 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഫൈനൽ എന്നീ നിലവാരത്തിൽ യഥാർത്ഥ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന അതേ ഫീലോടെ തന്നെ ഫിഫ അവതരിപ്പിക്കുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പും. രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് പോലെ തന്നെ ഓരോ ഭൂഖണ്ഡങ്ങൾക്കും ഓരോ സ്ലോട്ട് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പതിവ് പോലെ തന്നെ യൂറോപ്പിന് 12 സ്ലോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, കോണാമ്പിൾ മേഖലയിൽ നിന്നും 4 ടീമുകളും ഓഷ്യാന FCയിൽ നിന്നും 1 ടീമും ഹോസ്റ്റ് കൺട്രിയായ അമേരിക്കയിൽ നിന്നും 1 ക്ലബിനുമാണ് മത്സരിക്കാൻ സ്ലോട്ട് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 32 ടീമുകളെ 8 ഗ്രൂപ്പുകളായി തിരിക്കുകയും ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 വീതം പേർ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യും. കഴിഞ്ഞ 4 വർഷത്തെ പ്രകടനം വിലയിരുത്തിയാണ് 31 ടീമുകളെ സെലക്ട് ചെയ്തത്. ഹോസ്റ്റ് കൺട്രിയായ അമേരിക്കയിൽ നിന്നും ക്ലബിനെ സെലക്ട് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ MLS സപ്പോർട്ട് ഷീൽഡ് ജേതാക്കളായ ഇന്റർ മിയാമിയാണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന പുതിയ ഫോർമാറ്റിലുള്ള ആദ്യ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് എല്ലാവരും ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.
ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനായ DAZN.com മത്സരങ്ങൾ നമുക്ക് തത്സമയം കാണാം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ലുലു IT ട്വിൻ ടവറുകൾ ജൂൺ 28-ന് സ്മാർട്ട് സിറ്റിയിൽ തുറക്കും. 152 മീറ്റർ ഉയരത്തിൽ 30 നിലകൾ വീതമുള്ള ടവറുകളിൽ ഓരോന്നിലും 12.5 ലക്ഷം ചതുരശ്ര അടി വീതം 25 ലക്ഷം ചതുരശ്ര അടിയാണ് IT കമ്പനികൾക്ക് ഓഫീസ് സൗകര്യത്തിനായി നൽകാൻ നീക്കിവെച്ചിട്ടുള്ളത്. ഹരിത കെട്ടിടങ്ങൾക്ക് വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുള്ളതിനാൽ LEED പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. IT ഓഫീസ് സ്ഥലം മാത്രമല്ല, ഫുഡ് കോർട്ട്, ജിം, റിട്ടെയിൽ കടകൾക്കുള്ള സ്ഥലം, മാലിന്യ സംസ്കരണം, മഴവെള്ള സംഭരണി, 4000 കാറുകൾക്കുള്ള പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അവസാന ദിവസം ഒരുപക്ഷെ ഇന്നാകാം. 8 വിക്കറ്റ് ശേഷിക്ക് 69 റൺസ് കൂടി നേടിയാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചരിത്രത്തിലെ ആദ്യ ICC ടൂർണമെന്റിൽ കിരീട ജേതാക്കളാകാം. 2025-ൽ ആദ്യമായി കിരീടം നേടുന്ന ടീമുകളെ പലതവണ നമ്മൾ കണ്ടു. ദക്ഷിണാഫ്രിക്കയ്ക്കും അത് സാധിക്കുമോ എന്ന് നമുക്കിന്ന് കാത്തിരുന്നു കാണാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കന്നി കിരീടം നേടി കൊക്കോ ഗോഫ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ആദ്യ സെറ്റ് നഷ്ടപ്പെട്ടിട്ടും അടുത്ത 2 സെറ്റുകളും പൊരുതി നേടിയാണ് കളിമൺ കോർട്ടിൽ കന്നി കിരീടം ഉയർത്താൻ 21-കാരി ഗോഫിന് സാധിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി കാർലോസ് അൽക്കറാസ്. ആദ്യ 2 സെറ്റ് നഷ്ടപ്പെട്ടിട്ടും 3 മാച്ച് പോയിന്റ് വഴങ്ങേണ്ടി വന്നിട്ടും കളിമൺ കോർട്ടിൽ കാലം ഇതുവരെ കാണാത്ത തിരിച്ചുവരവ് നടത്തിയാണ് ഫ്രഞ്ച് ഓപ്പണിൽ കാർലോസ് അൽക്കറാസ് വിജയിച്ചത്. UEFA നാഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിന്. നിശ്ചിത സമയത്ത് 2-2 പിരിഞ്ഞ മത്സരവിധി ഷൂട്ടൌട്ടിലാണ് തീരുമാനിച്ചത്. ഫൈനലിൽ ഫീൽഡ് പ്ലേയിൽ ഒരു ഗോൾ നേടുകയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിന് വഴിയൊരുക്കുകയും സ്പാനിഷ് കുതിപ്പിന് വിലങ്ങിടുകയും ചെയ്ത ന്യൂനോ മെൻഡിസ് ആണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്.